കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകളെയും വിദേശ കുടിയേറ്റക്കാരെയും കടുത്ത ആശങ്കയിലാക്കിയ ഒരു വലിയ ഇമിഗ്രേഷൻ പ്രതിസന്ധിക്ക് ഇത് താൽക്കാലികമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കുന്ന വിദേശികൾ നിർബന്ധമായും അമേരിക്ക വിട്ടുപോകണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നയത്തിന് തൊട്ടു പിന്നാലെ US ഇമിഗ്രേഷൻ വകുപ്പായ USCIS വളരെ നിർണായകമായ ഒരു വിശദീകരണം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എല്ലാ H-1B വിസക്കാരും രാജ്യം വിടേണ്ടതില്ലെന്നും ചില പ്രത്യേക ഇളവുകൾ അനുവദിക്കുമെന്നുമാണ് പുതിയ വാർത്ത. അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ ഈ കടുത്ത ഉത്തരവിൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ ട്രംപ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ആർക്കൊക്കെയാണ് ഈ പുതിയ ആശ്വാസം ലഭിക്കുക? നമുക്ക് നോക്കാം. പുതിയ ആശ്വാസ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച US ഇമിഗ്രേഷൻ വകുപ്പ് പുറപ്പെടുവിച്ച ആ നിയമം എന്തായിരുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് നിയമത്തിന് മേലാണ് ട്രംപ് സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതായത് ഒരാൾ H-1B വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ US ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രീൻ കാർഡിനായുള്ള സ്പോൺസർഷിപ്പ് ലഭിച്ചാൽ US തുടർന്നുകൊണ്ട് തന്നെ സ്ഥിരതാമസത്തിനുള്ള അനുമതി വാങ്ങാമായിരുന്നു. പുതിയ പോളിസി മെമ്മോയിൽ USCIS വ്യക്തമാക്കിയത് ഈ ഇൻ കൺട്രി പ്രോസസിംഗ് എന്നത് കോൺഗ്രസ് വിഭാവനം ചെയ്ത സാധാരണ നിയമമല്ല, മറിച്ച് അതൊരു എക്സ്ട്രാ ഓർഡിനറി റിലീഫ് മാത്രമാണ് എന്നാണ്. താൽക്കാലിക വിസയിൽ വന്നവർ വിസ കാലാവധി കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങണമെന്നും അവിടെയുള്ള അമേരിക്കൻ കോൺസുലേറ്റുകൾ വഴി കോൺസുലാർ പ്രോസസിംഗ് നടത്തി മാത്രമേ ഗ്രീൻ കാർഡുമായി US വരാവൂ എന്നും കടുത്ത നിർദ്ദേശവും നൽകപ്പെട്ടിരുന്നു. USCIS വക്താവ് സാക് ക്ലാക്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി മുതൽ US താൽക്കാലികമായി കഴിയുന്ന ഒരു വിദേശിക്ക് ഗ്രീൻ കാർഡ് വേണമെങ്കിൽ വളരെ അസാധാരണമായ സാഹചര്യങ്ങളിലൊഴികെ അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകണം. ഈ വാർത്ത വന്നതോടെ വലിയൊരു കുടിയേറ്റ വേട്ടയ്ക്കാണ് ട്രംപ് ഭരണകൂടം തുടക്കമിടുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾ, പ്രൊഫഷണലുകൾ, കോർപ്പറേറ്റ് ജീവനക്കാർ എന്നിവർ കൂട്ടത്തോടെ രാജ്യം വിടേണ്ടി വരുമെന്ന ഭീതിയും പരന്നു. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ പടർന്ന ഈ വലിയ പരിഭ്രാന്തിക്കും അമേരിക്കൻ IT മേഖലയിൽ നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ USCIS വക്താവ് സാക് ക്ലാക്കർ മാധ്യമങ്ങളുടെ പുതിയൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുന്ന തരത്തിൽ എല്ലാ പ്രൊഫഷണലുകളെയും രാജ്യം കടത്തില്ല എന്നാണ് പുതിയ ഇളവ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയ്ക്ക് വ്യക്തമായ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദേശീയ താല്പര്യമുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്ന ആളുകൾക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അവർക്ക് ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിനായി അമേരിക്ക വിട്ടു പോകേണ്ടി വരില്ല. എന്നാൽ അതേസമയം തന്നെ ഈ കാറ്റഗറിയിൽ പെടാത്ത മറ്റുള്ളവരോട് അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങൾ പരിഗണിച്ച് വിദേശത്തുള്ള കോൺസുലേറ്റുകൾ വഴി അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടേക്കാമെന്നും അദ്ദേഹം പറയുന്നു. അതായത് പൂർണ്ണമായ ഒരു നിരോധത്തിന് പകരം ഇളവുകൾ നൽകാനുള്ള അധികാരം ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് കൈമാറിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഈ പുതിയ വിശദീകരണം വലിയൊരു ആശ്വാസമാണെങ്കിലും ഇവിടെ ബാക്കിയാവുന്ന വലിയൊരു ചോദ്യമുണ്ട്. എന്താണ് ഈ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ദേശീയ താല്പര്യം? ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഇതിനെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? ഇതാണ് ഇപ്പോൾ അമേരിക്കയിലെ ഇമിഗ്രേഷൻ അഭിഭാഷകർ ചർച്ച ചെയ്യുന്നത്. സാധാരണ ഈ H-1B വിസയിൽ US പ്രമുഖ ടെക്നോളജി, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ഫിനാൻസ് കമ്പനികൾ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാമ്പത്തിക സംഭാവന നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് ഈ ഇളവുകൾ വഴി US തന്നെ തുടരാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. H-1B വിസ പ്രോഗ്രാം അനുസരിച്ച് പ്രതിവർഷം 85,000 പുതിയ വിസകളാണ് അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കാനായി US അനുവദിക്കുന്നത്. ഇതിൽ 20,000 വിസകൾ US സർവകലാശാലകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഈ വിസകളിൽ ഭൂരിഭാഗവും സ്വന്തമാക്കുന്നത് ഇന്ത്യൻ IT വിദഗ്ധരാണ്. നിലവിൽ US ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവരിൽ ഏറ്റവും വലിയ വിഭാഗവും ഇന്ത്യക്കാരാണ്. കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം 10 ലക്ഷത്തിലധികം ആളുകളാണ് ഈ ബാക്ക്ലോഗിൽ കുടുങ്ങിക്കിടക്കുന്നത്. കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപ് ഭരണകൂടം പെട്ടെന്ന് ഇങ്ങനൊരു ഇളവ് പ്രഖ്യാപിക്കാൻ എന്താണ് കാരണം? അതിന് പിന്നിൽ US കോർപ്പറേറ്റുകളുടെയും ബിസിനസ് ലോകത്തിന്റെയും കനത്ത സമ്മർദ്ദമുണ്ട്. വെള്ളിയാഴ്ച ആദ്യ ഉത്തരവ് വന്നയുടൻ തന്നെ സിലിക്കൺ വാലിയിലെ വൻകിട കമ്പനികളും ആശുപത്രിയിലെ ശൃംഖലകളും വൈറ്റ് ഹൌസിന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളുടെ പ്രധാന ജീവനക്കാർ ഒറ്റയടിക്ക് രാജ്യം വിടേണ്ടി വന്നാൽ പ്രൊജക്ടുകൾ തകരുമെന്നും അത് അമേരിക്കൻ ബിസിനസ്സുകളെ തകർക്കുമെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ ഇമിഗ്രേഷൻ അഭിഭാഷകൻ സൈറസ് മേത്ത ഉൾപ്പെടെയുള്ള വിദഗ്ധർ ഇതിനെതിരെ ശക്തമായി രംഗത്തും വന്നു. വിസ കാത്തു നിൽക്കുന്നവർ രാജ്യം വിടണമെന്ന് പറയുന്നത് നിയമവിരുദ്ധമാണെന്നും കോൺഗ്രസിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിന് വിരുദ്ധമാണെന്നും അവർ വാദിക്കുന്നു. വിദഗ്ധരായ ജീവനക്കാർ US വിട്ട് കാനഡയിലേക്കോ യൂറോപ്പിലേക്കോ മാറിയാൽ അത് അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെ ബാധിക്കുമെന്ന ഭയമാണ് ഭരണകൂടത്തെ ഈ വ്യക്തത വരുത്താൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പുതിയ വിശദീകരണം വഴി വലിയൊരു ആശ്വാസം ലഭിച്ചെങ്കിലും കുടിയേറ്റക്കാരുടെ ആശങ്കകൾ പൂർണ്ണമായി മാറിയെന്ന് പറയാൻ കഴിയില്ല. ഇമിഗ്രേഷൻ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പ്രശ്നം ഇതിലെ വ്യക്തതയില്ലായ്മയാണ്. ആർക്കൊക്കെയാണ് സാമ്പത്തിക നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇളവ് നൽകേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം USCIS ഓഫീസർമാർക്കാണ് നൽകിയിരിക്കുന്നത്. ഒരു അപേക്ഷകന്റെ ഫയൽ പരിശോധിക്കുന്ന ഓഫീസർക്ക് അയാളുടെ ജോലി വലിയ സാമ്പത്തിക നേട്ടം ഉള്ളതല്ല എന്ന് തോന്നിയാൽ അയാൾക്ക് ഇളവ് നിഷേധിക്കാം. അങ്ങനെ വന്നാൽ ആ വ്യക്തി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. നിലവിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇന്ത്യയിലെ US കോൺസുലേറ്റുകളിൽ വിസ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. കൂടാതെ ലോകത്തിലെ 75 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ വിസ
വിസകൾക്ക് ഈ വർഷം ജനുവരിയിൽ ട്രംപ് ഭരണകൂടം താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർ മാസങ്ങളോ വർഷങ്ങളോ അവിടെ കിടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ നയങ്ങൾക്കിടയിലും H-1B വിസക്കാർക്ക് തങ്ങളുടെ ജോലി നിലനിർത്താനും US-ൽ തുടരാനും വലിയൊരു വാതിൽ തന്നെയാണ് ഈ വിശദീകരണത്തിലൂടെ തുറന്നിരിക്കുന്നത്. പൂർണ്ണമായ ഭീതിയുടെ നിഴലിലായിരുന്ന മലയാളി സമൂഹം ഉൾപ്പെടെയുള്ള പ്രവാസി ജനതയ്ക്ക് ഇതൊരു താൽക്കാലിക ആശ്വാസമാണ്. എങ്കിലും വരും ദിവസങ്ങളിൽ ഈ പോളിസി ഗൈഡ് ലൈൻസിനെതിരെ US കോടതികളിൽ കൂടുതൽ ഹർജികൾ വരുമെന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്.